ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടാ. ഇന്നലെ രാത്രി കിടക്കണയ്ക്ക് മുന്നേ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ പൂക്കളിടാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സബോള അരിഞ്ഞിട്ടു കേട്ടോ. എന്നിട്ട് അതവിടെ വേവട്ടെ. അതവിടെ വേവാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വന്ന് പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പൂക്കളറിഞ്ഞതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, പുട്ടും ചായയും. അപ്പോൾ ഞാൻ പൂക്കളിട്ട് വന്നു കഴിഞ്ഞ് നേരെ പുട്ടും ചായയും കൂടി കഴിച്ചു. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് പുട്ടും ചായയും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും കടല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വെച്ചു. പിന്നെ പുട്ടിലേക്ക് എടുത്ത നാളികേരത്തിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേതായാലും കളയണ്ടല്ലോ, എന്തായാലും കടല വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ വറുത്തരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ചു. ചീഞ്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നാളികേരം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തുട്ടാ. ഞാൻ നാളികേരം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് എല്ലാം ഒരേ കളറിൽ വരുള്ളൂ, അല്ലെങ്കിൽ ചിലത് മൂക്കും ചിലത് മൂക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കൂട്ടാ. അപ്പോൾ അത് കാരണം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി അത് ഗോൾഡൻ കളറായി വന്നപ്പോൾ കളറൊക്കെ മാറി നാളികേരം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചുട്ടാ. മല്ലിപ്പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടി മുളക് പൊടി ഇട്ടുട്ടാ. അങ്ങനെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മസാലപ്പൊടി ഇട്ടുട്ടാ. ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി മൂത്ത് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടല കയറ്റി വെച്ചു. അപ്പോഴേക്കും വറുത്ത് വെച്ചേക്കണ കൂട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ആ കടലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ അത് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി കുറച്ച് ഉപ്പ് ചേർത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നാളികേരം അരച്ചത് ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി മാറ്റി വെച്ചു. അപ്പോൾ ഉള്ളി കാച്ചാനാണ് ഇനി പോണത് കേട്ടോ. ഇതിലേക്ക് ഉള്ളിയാണ് കാച്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ച് കഴിഞ്ഞ് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ അരിഞ്ഞ് വെച്ചേക്കണേ ചെറിയുള്ളി ഇട്ടു. പിന്നെ അതിൽ കൂടെ തന്നെ നാളികേരക്കൊത്ത് അരിഞ്ഞിടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളികേരക്കൊത്ത് കൂടി എടുത്ത് അരിഞ്ഞ് ഉള്ളി ഇട്ട കൂട്ടത്തിൽ കൂടെ ഇട്ട് മൂപ്പിച്ച് വേവിച്ച് വെച്ചേക്കണ കടല അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അത് പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെച്ചു. ഈ നാളികേരക്കൊത്ത് അതിലേക്ക് ഇടുമ്പോൾ കടലക്കറി വറുത്തരച്ച് വെക്കുമ്പോൾ അതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കഴിയുമ്പോൾ ആ നാളികേരക്കൊത്ത് മൂത്തേൻ്റെയും പിന്നെ അതിൽ കിടന്നൊന്ന് വേവുമല്ലോ. അങ്ങനെയുള്ള നാളികേരക്കൊത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ പകർത്തി കഴിഞ്ഞ് അടിച്ചു വാരി അലക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ പിറ്റേ ദിവസം പൂക്കളറിഞ്ഞല്ലോ. അപ്പോൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ ഇല്ല. അപ്പോൾ പൂക്കൾ പറിക്കാൻ വേണ്ടി പൂക്കൾ പൊട്ടിച്ച് കൊണ്ടുവയ്ക്കാനായിട്ട് ഇറങ്ങി. മഞ്ഞ കളറിലുള്ള ആ കുഞ്ഞു പൂവില്ല, ഇങ്ങനെ പടർന്നിട്ട് കാട് പോലെ പടർന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കില്ല, ഒരു മഞ്ഞ കളറിലുള്ള പൂവ്, അതൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ പൂക്കളൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കി, അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും ഉണ്ടായില്ല. ആദ്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനൊക്കെ അത്യാവശ്യം പൂവൊക്കെ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. ആ ഒരു മഞ്ഞപ്പൂ മാത്രമല്ലാണ്ട് കിട്ടിയ മഞ്ഞപ്പൂവും പിന്നെ സുന്ദരിപ്പൂവും കുറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് കൊണ്ടുവന്നു. അപ്പോഴേക്കും മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കാവടിപ്പൂന്ന് വിളിക്കണ നമ്മുടെ പെരുവിൻ്റെ പൂവുണ്ടല്ലോ, ആ പെരുവിൻ്റെ പൂവ് നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അതുമെന്ന് ഒരു തണ്ട് ഒടിച്ചെടുത്തു. പിന്നെ ബാക്കി അവിടെ അതുമ്മ തന്നെ വെച്ചു കേട്ടോ. കാരണം ഇനി നാളത്തേക്കും നമുക്ക് പൂക്കളം ഇടാൻ വേണമല്ലോ. അത് കാരണം ഒരു തണ്ട് മാത്രം അതുമെന്ന് ഒടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതുമ്മ തന്നെ നിർത്തിയിട്ടാ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അത് മുറ്റത്ത് തന്നെ ഒരു സ്ഥലത്ത് വെച്ചുട്ടാ, മാറ്റി വെച്ചു. പിറ്റേ ദിവസം പൂക്കളിടാനായിട്ട് എടുക്കാനായിട്ട് അതവിടെ വെച്ചു. തലേ ദിവസം പൊട്ടിച്ച് വച്ചില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം തുണികളൊന്നും മടക്കാനുണ്ടായിരുന്നു. 2 ദിവസമായി മടക്കി വെച്ചിട്ട്.
അപ്പോൾ ഇന്ന് എല്ലാം കൂടി എടുത്ത് മടക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി എടുത്ത് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ഒക്കെ കൂടി എടുത്ത് മടക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാനും ഉണങ്ങിയിട്ടുണ്ടായില്ല, ചിലതൊക്കെ ഉണങ്ങാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങാത്തതൊക്കെ അവിടെ കട്ടിലിൻ്റെ കാലുമൊക്കെ ആയിട്ട് അങ്ങനെ വിരിച്ചിട്ടു. മഴയല്ലേ, മഴയായ കാരണം ഉണങ്ങാനായിട്ട് പാടാണ്. വെയിലുണ്ട് എന്നാലും മഴയുണ്ട്, രണ്ടും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിലാണെങ്കിൽ പിന്നെ കുറച്ച് നേരം മഴ, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെയായിരിക്കും മഴ പെയ്യുക, രാവിലെ തന്നെ മഴ പെയ്തില്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും. അപ്പോൾ അങ്ങനെ മാറി മാറി മഴ പെയ്തുകൊണ്ടിരിക്കും. ഉണങ്ങിയ തുണികൾ അലമാരയിൽ അതത് സ്ഥാനത്ത് മടക്കി എടുത്തു വെച്ചു. ഉണങ്ങാത്ത തുണികൾ കട്ടിലുമേയും കട്ടിലിൻ്റെ കാലുമേയും ഒക്കെ ആയിട്ട് പിന്നെ കസാരമൊക്കെ ആയിട്ട് വിരിച്ചിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ.